കേരള ക്രിക്കറ്റ് ലീഗിന് അരങ്ങുണരുകയാണ്. ടീമുകൾ അവസാനവട്ട തയ്യാറെടുപ്പ് നടക്കുമ്പോൾ തൃശൂർ ടീമിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ടീം ഉടമയും വ്യവസായിയുമായ സജാദ് സെയ്ദ്. തിരുവനന്തപുരത്ത് നിന്നും എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. യുവതാരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേരള ക്രിക്കറ്റ് ലീഗിന് അരങ്ങുണരുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് KCL കേരള ക്രിക്കറ്റ് ലീഗിലെ ഏറ്റവും താരപരിവേഷമുള്ള ഒരു ടീമിന്റെ ഉടമയായിട്ടുള്ള, അതായത് സ്പിന്നർ തൃശൂർ ടൈറ്റൻസിന്റെ ഉടമയായിട്ടുള്ള സജാദ് സെയ്ദാണ്. നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ യുവതാരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേരള ക്രിക്കറ്റ് ലീഗ് തുടങ്ങുകയാണ്. അപ്പോൾ താങ്കൾ തൃശൂർ ടൈറ്റൻസ്, തൃശ്ശൂരിന്റെ ഒരു ടീം, ആ ടീമിന്റെ ഭാഗമാണ്, ടീമിനെ സ്വന്തമാക്കിയ ആളാണ്. ഈ ഒരു ടീമിലേക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ടീമിനെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ക്രിക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? ഞാൻ എൻ്റെ ആയ കാലത്ത്, അതായത് 87 to 92 വരെ ആക്റ്റീവായിട്ട് ലീഗ് ക്രിക്കറ്റ് വരെ കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം എൻ്റെ വിശ്വാസത്തിൽ അന്ന് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് എടുക്കേണ്ടി വന്ന ഡിസിഷൻ, ഷുഡ് ഐ പ്ലേ ക്രിക്കറ്റ് ഓർ ഷുഡ് ഐ ഗോ ഇൻ ടു മൈ ഫാമിലി ബിസിനസ്. അന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം, ക്രിക്കറ്റിന് ഓപ്പർച്യൂണിറ്റി ഇല്ല. നമ്മൾ എവിടെയെങ്കിലും എത്തിയില്ലെങ്കിലോ, ഒരു ഇഞ്ചുറി വരുവാണെങ്കിലോ, എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ തീർന്നു. അങ്ങനെ വന്നപ്പം ഐ ഹാഡ് ടു ജോയിൻ ദ ബിസിനസ്. അപ്പം എനിക്ക് കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ യങ്സ്റ്റേഴ്സ് എങ്ങനെ കൊടുക്കാം എന്ന് നമ്മൾ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പം വെറ്ററൻസ് പ്രീമിയർ ലീഗ് നേരിട്ട് നമ്മൾ കേരള വെറ്ററൻസ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. മുൻ താരങ്ങളൊക്കെ വെച്ച് നമ്മൾ എല്ലാ വർഷവും 10 കൊല്ലമായിരുന്നു നമ്മൾ 6 ടീം വെച്ച് നടത്തുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഇതും കണ്ട് അതിൽ കിട്ടുന്ന എക്സ്പോഷറും ഇതും കണ്ടപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ വരുന്ന ഫ്യൂച്ചർ ക്രിക്കറ്റേഴ്സ്, ഹൗ ക്യാൻ യു എക്സ്പോസ് ദം ടു ദി മേജർ ലീഗ്. ഇപ്പൊ നിങ്ങൾ തമിഴ്നാട് പ്രീമിയർ ലീഗ് നോക്കിയാൽ തന്നെ അത് വന്നതിന് ശേഷം നട്രാജൻ എന്ന് പറഞ്ഞൊരു കുറെ പ്ലേയേഴ്സിന് IPL ചാൻസ് കിട്ടി. നമ്മുടെ പ്ലേയേഴ്സ് ഇവിടെ ഒരു 4-5 മാച്ച് മുഷ്താഖ് അലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ അവർ ഫുൾ ടൈം എക്സ്പോസ്ഡ് ഉണ്ട്. അങ്ങനെ ഇതുപോലൊരു ടൂർണമെന്റ് ലൈവ് ടെലികാസ്റ്റും ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ എല്ലാ IPL സ്കൗട്ട്സും എല്ലാവരും കാണും. അങ്ങനെ ഇതിൽ നിന്ന് നമ്മുടെ ടീമിൽ നിന്ന് മാത്രമല്ല, എല്ലാ ടീമിൽ നിന്നും കേരളത്തിൽ നിന്ന് ഒരു 5, 6, 7 പ്ലേയേഴ്സ് പോയാൽ അത് നമുക്കൊരു അഭിമാനം. നമ്മളായിട്ട് എന്തെങ്കിലും നമ്മൾ കളിച്ച കളി, നമ്മൾ സ്നേഹിച്ച കളി, നമ്മുടെ പാഷനോട് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞിട്ട്. ഇത് കൂടാതെ എൻ്റെ കൂടെയുള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ സുനിൽ എന്ന് പറഞ്ഞിട്ട് പഴയ കേരള സെലക്ടറായ സുനിൽ കുമാർ, നമ്മുടെ സുനിൽ ISS കോച്ച്, പിന്നെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ CEO, വിനൻജി നായർ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ, കെവിൻ ഓസ്കർ, ഇവരൊക്കെ നമ്മളോട് കളിച്ചിട്ടുള്ളവരെ. നമ്മളെല്ലാം ഒരു ഫ്രണ്ട്സാണ്. സോ നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോം, പ്ലസ് യങ്സ്റ്റേഴ്സിന് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റിയ ഒരു സാധനമായിട്ട് കണ്ട് അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ചതിലേക്ക് അങ്ങനെ ഇറങ്ങിയത്. എന്തുകൊണ്ട് തൃശ്ശൂർ എന്ന് ചോദിച്ചാൽ, കാരണം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. എന്തുകൊണ്ട് തൃശ്ശൂർ എന്ന് ചോദിച്ചാൽ നമ്മൾ there were only 6 teams. അപ്പം യു ഹാഡ് ടു ടേക്ക് എ ഡിസ്ട്രിക്ട്. അപ്പം പ്രിയദർശനും ജോസ് പട്ടാരെയൊക്കെ പറഞ്ഞു അവർക്ക് തിരുവനന്തപുരം കിട്ടിയാൽ കൊള്ളാം. കാര്യം പുള്ളി ഇവിടുത്തെ നാട്ടുകാരനാണ്, ആൻഡ് ദേവർ എ സെലിബ്രിറ്റി. അപ്പം അവരിവിടെ തിരുവനന്തപുരത്ത് വന്നാൽ KCL പൊതുവെ ഒരു ബൂസ്റ്റാണ്. അത് കാരണം നമ്മൾ തൃശ്ശൂർ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ചോയ്സ് തൃശ്ശൂർ ആയിരുന്നു. ആസ് യു സെഡ്, കേരളത്തിലെ എല്ലാം ഉള്ള സ്ഥലം. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ട്രഡീഷൻ, ഇതെല്ലാം ഉള്ളത് നമ്മുടെ കേരളത്തിലെ ഒരു സാംസ്കാരികം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ആണല്ലോ. കൾച്ചറൽ ക്യാപിറ്റൽ തൃശ്ശൂർ. അപ്പൊ നമ്മളൊന്ന് ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് നമ്മൾ പല ഡിസ്ട്രിക്ട്സും ഓപ്ഷൻ വന്നു. അപ്പൊ നമ്മൾ തിരുവനന്തപുരം ഇല്ലെങ്കിൽ നമ്മൾ തൃശ്ശൂർ എടുക്കാം. കാര്യം തൃശ്ശൂർ ഹാസ് ഗോട്ട് എ ഹെറിറ്റേജ്, ആൻഡ് അവിടെ സ്പോർട്സും കൂടെ ഒരു ഹെറിറ്റേജ് ആക്കി മാറ്റിയാൽ ഇറ്റ് ബി വെരി ഗുഡ് ഫോർ us. ആ ഒരു കൺസിഡറേഷനിലാണ് നമ്മൾ തൃശ്ശൂരിലേക്ക് പോയത്. അത് പോയി കഴിഞ്ഞ് നമ്മൾ ലോഞ്ചൊക്കെ വന്നതിൽ തൃശ്ശൂർ ക്രിക്കറ്റ് അസോസിയേഷൻ ആയാലും അവിടുത്തെ ലോക്കൽസ് ആയാലും നമ്മുടെ കല്യാൺ സിൽക്സിലെ പട്ടാഭിരാമൻ സാറായാലും എല്ലാവരും അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക്, അവിടുത്തെ ലോക്കൽസ്. നിങ്ങളിപ്പോ നമ്മുടെ ഇൻസ്റ്റാ പേജ് നോക്കിയാൽ തന്നെ അറിയാം, തൃശ്ശൂരാരെല്ലാം നമ്മളോട്. അപ്പൊ അതൊരു വൈസ് ഡിസിഷൻ ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദിസ് കൺസിഡറേഷൻ. അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, താരപരിവേഷമുള്ള ഒരു ടീം. മറ്റൊന്നുമല്ല, നിലവിൽ IPL കോൺട്രാക്ട് ഉള്ള ഒരു താരം മാത്രമേ കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കുന്നുണ്ട്. ഇത് വിഷ്ണു വിനോദാണ്. മുംബൈ ഇന്ത്യൻസുമായി കളിച്ചിരിക്കുന്ന ഒരു താരമാണ് വിഷ്ണു. ഇപ്പോ തൃശ്ശൂർ ടീമിന്റെ ഭാഗമാണ്. അപ്പോ വിഷ്ണുവിനെ സ്വന്തമാക്കാനുള്ള ഒരു തീരുമാനം അതെങ്ങനെയായിരുന്നു? ഈ പറഞ്ഞ പോലെ തന്നെ IPL കളിക്കുന്ന 2 പേര്, സഞ്ജു ഉണ്ട്, വിഷ്ണു ഉണ്ട്. ആൻഡ് സഞ്ജു കളിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പം നമ്മുടെ ചോയ്സ് വിഷ്ണു തന്നെയായിരുന്നു. ആൻഡ് വി വർ ലക്കി ടു ഗെറ്റ്. വേറെ ആരും ചോയ്സിനും പോയില്ല. എന്താന്ന് എനിക്ക് കാണുന്നത്, വിഷ്ണുവിനെ പോലെ ഒരു ഹമ്പിളും ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഫോർ മീ ക്രിക്കറ്റ് മാത്രമല്ല, അവിടെ ഒരു ഫെയർ പ്ലേ, ഡീസൻസി, ഫീൽഡിൽ ഒരു നമ്മളൊരു എൻ്റെ ഒരു കമ്പനിയുടെ ഒരു പോളിസി ഉണ്ട്, ഫെയർ പ്ലേ ആൻഡ് തിങ്സ്. അപ്പൊ അത്
കൊണ്ടുപോകാൻ പറ്റിയ നോക്കിയ പ്ലേയേഴ്സ് അങ്ങനത്തെ ആൾക്കാർ. അപ്പൊ അതിന് എനിക്ക് തോന്നി അവർ തന്ന ഐക്കോൺ പ്ലേയേഴ്സ് ഐക്കോൺ വിഷ്ണു വാസ് ബാക്കിയുള്ളവർ മോശം എന്നല്ല, പക്ഷെ വിഷ്ണു ഒരു ഇതും കൂടെ മുംബൈ ഇന്ത്യൻസിന്റെ ഇതും കൂടെ ഉള്ളതുകൊണ്ടും നമ്മൾ കൂടുതലും യങ്സ്റ്റേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടും വിഷ്ണുവിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഈ യങ്സ്റ്റേഴ്സിലേക്ക് പങ്കെടുക്കാൻ പറ്റും, പാസ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വിഷ്ണു പോലെ താരത്തിൽ കിട്ടിയാൽ അവർക്കൊരു ഹെൽപ്പാണ്. അവരുടെ ഫ്ലോസ്, അവരുടെ മിസ്റ്റേക്സ്, ഓരോ സ്ഥലത്ത് എങ്ങനെ കണ്ടക്ട് ചെയ്യണം. ഇത് വിഷ്ണുവിനല്ലാതെ വേറൊരാൾക്ക് ഇത്രയും നന്നായിട്ട് സഞ്ജുവും വിഷ്ണു അല്ലാതെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായിരുന്നു ഒരു റീസൺ ഫോർ ടേക്കിംഗ് എ വിഷ്ണു. പിന്നെ ഇത്രയും നല്ലൊരു ക്വാളിറ്റി പ്ലെയർ, കളി ഒറ്റയ്ക്ക് മാറ്റാവുന്ന ഒരു പ്ലെയറാണ്. പുള്ളി വിചാരിച്ചാൽ ഏത് കളി ഒറ്റയ്ക്ക് ജയിപ്പിച്ചു തരാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലെയറിന് കിട്ടിയത് ഭാഗ്യം. അപ്പൊ വിഷ്ണുവിനെ വന്നു കഴിഞ്ഞാൽ വിഷ്ണു ഇപ്പൊ മുംബൈ ഇന്ത്യൻസിന്റെ കൂടെയുള്ള പല താരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റൊരു സൂര്യകുമാർ യാദവാണ് വിഷ്ണു എന്ന മുംബൈ ടീമുമായി ബന്ധപ്പെട്ട പലരും പല അറിവുകളും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരം, എക്സ്പീരിയൻസ് പറഞ്ഞാൽ IPL കളിച്ച് ഡൽഹി പോലുള്ള ടീമിൽ കളിച്ചിട്ടുണ്ട്, RCBയിൽ കളിച്ചിട്ടുണ്ട്, അതുപോലെ ഹൈദരാബാദിന്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ 2 സീസണുകളിലായി മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായിരുന്നത് റീറ്റെയിൻ ചെയ്ത യുവതാരങ്ങളിൽ ഒന്നാണ്. ഇത്രയും എക്സ്പീരിയൻസ് താരം നമ്മുടെ ടീമിന്റെ ഭാഗമായിരുന്നു കൂടി, ഐറ്റം പ്ലെയർ ആയിരുന്നു കൂടി നമ്മൾ നായകനായിട്ട് മറ്റൊരാളെ ചൂസ് ചെയ്തു. അതെന്തായിരിക്കും? കാരണം അത് ടീമിന്റെ സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി വരുന്നൊരു ചോദ്യമാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസവും നോക്കുമ്പോഴും കാണാറുണ്ട്. അതൊക്കെ ഭയങ്കര ചോദ്യം, എന്തുകൊണ്ട് വിഷ്ണുവിനെ നായകനാക്കിയില്ല എന്നൊരു ചോദ്യം. നമ്മൾ വിഷ്ണുവിനെ ചൂസ് ചെയ്തതിന് വിഷ്ണുവോട് ആദ്യം ക്യാപ്റ്റൻസി ഓഫർ ചെയ്തു. വിഷ്ണു കുഴപ്പമില്ല. പിന്നെ നമ്മൾ വിഷ്ണുവിനോട് ചോദിച്ചു, വിഷ്ണു ക്യാപ്റ്റൻസിയുടെ ഒരു ബേർഡൻ വന്നാൽ വിഷ്ണുവിന് അത് ഇഷ്യൂ അല്ലായിരിക്കും, പക്ഷെ വി വാണ്ടഡ് വിഷ്ണു ടു ഗിവ് എസ് ഫുൾ പെർഫോമൻസ് ഓൺ ദ ഫീൽഡ്. ഒന്ന്. രണ്ടാമത്, നമ്മൾ ഈ ടീമിന് അടുത്ത 10 കൊല്ലത്തേക്കാണ് കേസിന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു യുവതാരത്തിനെ എടുത്ത് പുള്ളിയെ ക്യാപ്റ്റൻസി മെറ്റീരിയലാക്കി എടുത്ത് പുള്ളിയെ എക്സ്പീരിയൻസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വിൽ ഹാവ് ഹിം ഫോർ 10 years അല്ലെങ്കിൽ 5 years, എത്ര കൊല്ലമാണോ നമ്മൾ കേസിൽ റീറ്റെയിൻ ചെയ്ത സമയമൊക്കെ. അപ്പൊ വി വാണ്ടഡ് എ യങ്സ്റ്റർ ടു ക്യാപ്റ്റൻ. അപ്പൊ വിഷ്ണുവിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ആൻഡ് നിങ്ങൾ ഇപ്പോഴും നമ്മുടെ പ്രാക്ടീസ് മാച്ച് ചെയ്ത് നോക്കിയാലും വരുണെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും അസിസ്റ്റ് ചെയ്യുന്നതും വിഷ്ണു തന്നെയാണ്. സോ വി വാണ്ടഡ് എ യങ്സ്റ്റർ ടു ബി ദ ക്യാപ്റ്റൻ ഹു വുഡ് ലീഡ് ദ ടീം ഫോർ അനദർ 5 to 10 years. അതുകൂടാതെ വരുൺ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഇന്ത്യ അണ്ടർ-19 കളിച്ച പ്ലെയർ ആണ്. പുള്ളി ഇവിടെ ഒരു ക്യാപ്റ്റനായിട്ട് വന്ന് പുള്ളിക്ക് നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു നോളജും വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഹിം. വിഷ്ണു എന്തായാലും TV കയറി കഴിഞ്ഞു, IPL കയറി കഴിഞ്ഞു. ദൈവം സഹായിച്ച ഉടനെ ഇന്ത്യൻ TV കയറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അടുത്തൊരു തലമുറ, ഞാൻ ടീം എടുത്ത് തന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ അതിലൊരാളെ നമുക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പൊ വിഷ്ണുവോട് ഫസ്റ്റ് ചോദിച്ചു, വിഷ്ണുവിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് വരുൺ ആക്കാൻ പറ്റിയത്. പിന്നെ വരുൺ വളരെ ലെവൽ ഹെഡഡ് ആണ്, വളരെ കൂൾ ക്യാരക്ടറാണ്. ഞാൻ കണ്ട പ്രാക്ടീസ് മാച്ച് കളി എത്ര ടെൻഷൻ ആയാലും എത്ര സിറ്റുവേഷൻ ആയാലും ഈസ് വെരി കൂൾ ഇൻ തിങ്സ്. ഇപ്പൊ ഒരു നല്ലൊരു യുവതാരത്തെ തന്നെയാണ് ക്യാപ്റ്റനായിട്ട് കിട്ടിയത്. പിന്നെ ഇന്ത്യ അണ്ടർ-19 കളിച്ച പ്ലെയറാണ്, അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് കാണും. അതുകൊണ്ടാണ് വിഷ്ണുവിനും ഇഷ്യൂ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വരുൺ ആക്കിയത്. വിഷ്ണുവിനെ ഫ്രീ ആക്കി മാച്ച് അങ്ങ് അടിച്ച് പൊളിച്ചാൽ കളിക്കുക, വിഷ്ണുവിന്റെ 360 ഡിഗ്രി കളിക്കുക, അഴിച്ചു വിടുക, അത് തന്നെയാണ് ഉദ്ദേശം. ഓക്കെ. അപ്പൊ ഈ വരാനുള്ള സാഹചര്യം നോക്കുമ്പോൾ അപ്പൊ എന്താണ് ഈ ഒരു കേസിൽ കഴിയുമ്പോൾ തൃശ്ശൂർ ടൈറ്റൻസ് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ ഉദ്ദേശം വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ തൃശ്ശൂർ ബീങ് അവർ ഹോം ടീം. പക്ഷെ നമ്മൾ കേരളത്തിൽ മൊത്തമുള്ള യങ്സ്റ്റേഴ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനീഷ്യലി വി ആർ പ്ലാനിങ് ഓഫ് ഹാവിംഗ് ഇന്റർ കോളേജോ ഇന്റർ സ്കൂൾ ടൂർണമെന്റ്സ്. അവിടെ നമ്മുടെ സ്കൗട്ട്സിനെ വിടുക, മാക്സിമം ആയിട്ട് എങ്ങനെയെങ്കിലും ആൾക്കാരെ കളിപ്പിച്ച് അവരിൽ ടാലന്റിനെ കണ്ടുപിടിച്ച് ആൻഡ് മേ ബി ഇഫ് ദിസ് ഗോസ് വെൽ, നമുക്ക് അറിഞ്ഞൂടെ കേസിൽ കുറവാണ്, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നന്നായിട്ട് വരും, ദൈവം സഹായിച്ച് നന്നായിട്ട് തന്നെ വരും. അത് വരുവാണെങ്കിൽ ഒരു 3-4 കൊല്ലം കൊണ്ട് നമുക്ക് അക്കാഡമീസ് തുടങ്ങാനും താല്പര്യമുണ്ട്. ഈ അക്കാഡമി ഇനീഷ്യലി ക്രിക്കറ്റ് ആയിരിക്കുമെങ്കിലും ഫ്യൂച്ചറിൽ നമ്മൾ മറ്റു സ്പോർട്സിനും കൂടെ അതികൊണ്ട് ഐ ഹാപ്പൻ ടു വിസിറ്റ് ദി ദ്രാവിഡ് പടുക്കോൺ അക്കാഡമി ഇൻ ബാംഗ്ലൂർ. അപ്പോൾ കാണേണ്ട ഒരു സംഭവമാണ്. എല്ലാ സ്പോർട്സിനും ഫെസിലിറ്റീസും കാര്യങ്ങളും കോച്ചസും ഈവൻ ഫോർ യുവർ മെന്റൽ ട്രെയിനിങ് ആൻഡ് സ്റ്റെബിലിറ്റി ഇതെല്ലാം അവിടെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ ഞാൻ പറഞ്ഞ തൃശ്ശൂരായാലും സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ, സ്പോൺസേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അവിടെ ഒരു അക്കാഡമി തുടങ്ങി വിത്തിൻ 3-4 years ആണ് നമ്മുടെ പ്ലാൻ. തുടങ്ങി അവിടുന്ന് കുറച്ച് യുവതാരങ്ങളെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ എല്ലാ സ്പോർട്സിലും പിന്നെ തൃശ്ശൂർ ടൈറ്റൻസിന്റെ പേരും ആൾക്കാരും കാണുമെന്ന് വിശ്വസിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു പഠിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓക്കെ. ഈ പറയുന്ന പോലെ യുവതാരങ്ങളെ വാർത്തെടുക്കുന്നത് നിർണായക പങ്ക് തന്നെ പിന്നെ തൃശ്ശൂർ ടൈറ്റൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൽ പറയാനുള്ള കാര്യമാണ് നമ്മുടെ ആവറേജ് ഏജ് 20-21 വേറെ ഒരു ടീമിലും അത്രയും യങ്സ്റ്റേഴ്സിനെ എടുത്തിട്ട്. ഓക്കെ. അപ്പൊ എന്തായാലും യുവതാരങ്ങളെ വാർത്തെടുക്കാൻ പറഞ്ഞതുപോലെ തൃശ്ശൂർ പിന്നെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.